ഹലോ തുണിയിലെ അസ്സലാമലൈക്കും. എന്തെല്ലാവരും വിശേഷം സുഖമാണോ? പിന്നെ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ഞാൻ യൂട്യൂബിലൊരു വലിയൊരു കണ്ടൻറ്റ് വ്ളോഗായിട്ട് ഇട്ടിട്ട്, പ്രത്യേകിച്ച് ഞാനൊരു കണ്ടൻറ്റ് ക്രിയേറ്റർ അല്ലാത്തതുകൊണ്ട് തന്നെ യൂട്യൂബിലും തന്നെ വീഡിയോ ഇടാൻ ഇപ്പോൾ കുറച്ച് മടിയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പുഷ്പങ്ങളൊക്കെ അല്ലേ, ഈ പൂക്കളൊക്കെ ഇത് നമ്മളെ വീടിൻ്റെ ചുറ്റോറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ നമ്മുടെ ഒരു വിശേഷം കാണിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന്, നമുക്ക് ചില നേരത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡോ ഒരു ഇഷ്ടമോ ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും ഒരു മൂഡ് സെൻസ് പോലെയാണ് കേട്ടോ നമ്മുടെ ഒരു അവസ്ഥ. ഇപ്പം ഏതായാലും 3 നോക്കി വളർത്തണ്ടേ അറിയില്ലേ, ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. ഒരുപാട് കാലം മക്കളില്ലാത്തതിൻ്റെ വിഷമമൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം 3 മൂന്നാളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒക്കെ ഒരേ പ്രായക്കാരെ പോലെയാണ് തോന്നുക. കാരണം എല്ലാവരും ഒരുമിച്ച് നോക്കേണ്ട അവസ്ഥയിലായതുകൊണ്ട് ഞാൻ യൂട്യൂബ് അങ്ങോട്ട് മറന്നു കേട്ടോ കൂട്ടുകാരെ. നിങ്ങളാരെയും മറന്നിട്ടല്ല. പിന്നെ ഒരുപാട് ആളുകൾ ചോദിക്കും, അല്ല തമ്പുരോ ഇപ്പോൾ യൂട്യൂബ് ചാനലൊന്നുമില്ലേ, നിർത്തിയിട്ടൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഇട്ട് പോകും. കാരണം യൂട്യൂബ് മാമ വിചാരിക്കില്ലേ, ഇവക്കൊരു ചാനലും ഒരു മോണിറ്റൈസൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ട് വീഡിയോ ഇട്ടിട്ട് മോണിറ്റൈസ് ആവാത്ത. അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഇവർക്കൊക്കെ മോണിറ്റൈസ് ആയിട്ട് ഒരു ചാനലും ഇല്ലയെന്നുണ്ടെങ്കിൽ മോണിറ്റൈസ് ഞാൻ അങ്ങോട്ട് കട്ടാക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോൾ അവസാനം ഇത്രയും കാലം കഷ്ടപ്പെട്ടത് വെറുതെ ആവും. ഒരു യൂട്യൂബിൽ 4000 മണിക്കൂറാവണം വാച്ച് അവർ ഒരു ചാനൽ മോണിറ്റൈസ് ആവണമെങ്കിൽ. എന്ത് പറയുക, ഭാഗ്യത്തിന് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി പറയേണ്ടത് ഈ കാണുന്ന നിങ്ങളോടല്ലാണ്ട് പിന്നെ ആരോടാ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലെ ജസ്റ്റ് ഞാൻ എടുക്കുന്ന ഒരു വർക്കുകളൊക്കെ ഉള്ളൊരു വീഡിയോ എടുത്തു. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ പണിയെടുക്കുന്ന ആളല്ല കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുക, തിന്നുക, ഉറങ്ങുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ജിങ്കാലാല വിചാരിക്കുന്ന ആളാണ് ഞാൻ കേട്ടോ. പിന്നെ ഞാൻ വിചാരിക്കും, ആരാണ് ഈ ഒരു പണിയൊക്കെ എടുക്കലൊക്കെ കണ്ടുപിടിച്ചതെന്നൊക്കെ. എനിക്കെന്ന് പറഞ്ഞാൽ പണിയെടുക്കുന്നത് ഭയങ്കരമായിട്ട് മടിയുള്ളതാട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം കുക്കിങ്ങാണ്. അത് പിന്നെ നമുക്ക് കിട്ടാറുമില്ല ഈ വീട്ടിൽ കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ മാത്രമേ കുക്കിങ് കിട്ടാറുള്ളൂ. പിന്നെ ഈ കാണുന്ന ഡ്രസ്സുകളൊക്കെ തിരുമ്പണം ആലോചിക്കുമ്പോൾ തന്നെ ആദ്യം ഒരു ദേഷ്യമൊക്കെ വരും. പിന്നെ നമ്മുടെ അവസ്ഥ ഇതില്ലേ, നമുക്കത് തിരുമ്പാതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. 3 മക്കളുടെ ഡ്രസ്സും പിന്നെ ഞങ്ങളുടെ ഡ്രസ്സും കൂടി ആകുമ്പോൾ പറയണ്ട. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ കാലാവസ്ഥയ്ക്ക് ഉണങ്ങിയും കിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ റൂമിൽ ചുറ്റോറ് അങ്ങോട്ട് വിരിച്ചിടും കേട്ടോ. പല വീട്ടിലും ഇതേ ഒരു അവസ്ഥ തന്നെയാണ്. ഇതിലും ബുദ്ധിമുട്ട് ഉള്ള വീടുകൾ നമുക്ക് ചുറ്റോറും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ, ഞാനാണെങ്കിൽ ഇപ്പോൾ കീറിയതും പറഞ്ഞതൊക്കെ ഇടുകയാണ്. കാരണം ഉണങ്ങി കിട്ടണില്ല, കാലാവസ്ഥേൻ്റെതായതുകൊണ്ട്. പിന്നെ ഓരോ ഭാഗം ചെറിയ കീറിയതൊക്കെ ആണെങ്കിൽ തുന്നിയിട്ട് ഇടാൻ വിചാരിച്ചു. ഇതിന് നല്ല കീറലുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇട്ട ഡ്രസ്സിന്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും രാവിലത്തെ ചെറിയൊരു വിശേഷമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ അങ്ങോട്ട് എടുത്തതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ അഭിപ്രായം അങ്ങോട്ട് അറിയിക്കണം. ഒരുപാട് ആളുകളുണ്ട് നമ്മൾ വീഡിയോസ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് വ്ളോഗ്. ഞാനങ്ങനെ വീഡിയോസായിട്ട് ചെയ്യാറൊന്നുമില്ല അപ്പോൾ. കാരണം നമുക്ക് ഈ 3 മക്കളെ നോക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതൊരു ബുദ്ധിമുട്ടാവും. ആ മേലത്തെ സ്റ്റെപ്പ് ഞാനിങ്ങനെ തിരിച്ച് വെച്ചാൽ ഇന്നലത്തെ മഴയ്ക്ക് ഞാൻ മേലെ കൊണ്ട് നനഞ്ഞ തുണികളിട്ടു. അഥവാ ഞാൻ അങ്ങോട്ട് കയറി പോകുമ്പോൾ വീണത് നിങ്ങൾ കാണണ്ടല്ലോ വിചാരിച്ച് വേഗം അങ്ങോട്ട് തുടച്ചതാണ്. അതാണ് ആ ഒരു 4-5 സ്റ്റെപ്പ് തുടച്ചത്. അതിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. കോൺ സ്റ്റെപ്പ് എപ്പോഴൊന്നും തുടയ്ക്കുന്ന ആളുകളല്ല കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ തുടക്കില്ലാണ്. എനിക്കങ്ങനെ പണിയെടുക്കണതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. പറഞ്ഞില്ലേ, വെറുതെ ഇരിക്കുക, തിന്നുക, ഉറങ്ങുക, അതാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ സമാധാനം. അങ്ങനെ ഇരിക്കുക കോണിപ്പടിയൊക്കെ ഇങ്ങനെ തുടച്ചിറങ്ങുക കേട്ടോ ഞാൻ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുമോ? ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ കേട്ട ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ കമൻറ്റ് വായിക്കാനൊക്കെ. കുറേ ആയിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, 3 മക്കളെയും കൊണ്ടൊന്നും വീഡിയോ എടുത്ത് ശരിയാവില്ലേ. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തന്നെ നിർത്തിയത് കേട്ടോ. പക്ഷേ എങ്കിൽ യൂട്യൂബ് ചാനൽ നിർത്തിയിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടുകയാണെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കാനും വീട്ടു ചിലവിനും ഒക്കെ എടുക്കാമല്ലോ. പിന്നെ ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങിയത് എൻ്റെ വീട്ടിലെ കുറച്ച് കടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ മലപ്പുറം തമ്പുരു വ്ളോഗ് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയത്. അതിനായിട്ട്
ഒറ്റയ്ക്ക് കൂടെ നിൽക്കണ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. തമ്പുരോന്ന് പുറത്ത് പോകുമ്പോൾ വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് വേറെ ഒന്ന് തന്നെയാണ് കേട്ടോ കൂട്ടുകാരെ. ഇത്രയും കാലം ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ പുറത്ത് പോയി കാണുമ്പോൾ തമ്പുരു അല്ലേ, ലളിതാത്തന്നെ തമ്പുരു അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലൊരു കിട്ടുന്ന ഒരു സന്തോഷം ഒന്ന് വേറെയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നേ, നമ്മൾ ഈ വീടിനുള്ളിൽ ഇങ്ങനെ അടച്ചു പൂട്ടിയിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമല്ല. എന്തെങ്കിലും നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നമുക്കതൊരു ഉപകാരമാവില്ല. ഈ പറയുന്ന ആളുകൾക്ക് യൂട്യൂബൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളൂ കേട്ടോ. കാരണം അത് നിങ്ങൾക്കൊരു വരുമാനത്തിലേക്ക് എത്തും. നിങ്ങളെല്ലാവരും തുടങ്ങണം. നിങ്ങളെല്ലാവരും പല ആളുകളൊക്കെ വീഡിയോസ് കാണുന്നില്ലേ, ഇപ്പം എൻ്റെ വീഡിയോസും കാണുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്കും ഒരു ചാനലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഉപകാരമാവും. നമ്മളെ നെറ്റ് വെറുതെ തീർക്കേണ്ട. നിങ്ങളും ഇതേപോലെ ഒരു ചാനലൊക്കെ തുടങ്ങി വീഡിയോ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവും. പിന്നെ അങ്ങോട്ട് ശീലമായിക്കളും. പല ആളുകളും ചാനൽ തുടങ്ങി ഒന്നും ആവണില്ല, വാച്ചാറാവണില്ല എന്നിട്ട് അങ്ങനെ ചാനൽ നിർത്തും. ആദ്യ ദിവസമൊക്കെ യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 5 or 6 ആളുകളെ കാണുകയുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങളെ ഫാമിലിക്ക് ആർക്കും നിങ്ങൾ വീഡിയോസ് അയച്ചിക്കാതെ, നിങ്ങൾ ഒറ്റയ്ക്ക് ആരോടും പറയാതെ ഒരു ചാനൽ തുടങ്ങുക. ക്ലിക്കാവുന്നേ, കാരണം ആർക്കും അയച്ചു കൊടുക്കരുത്. നമ്മളൊക്കെ ഫാമിലിയിൽ നമ്മളൊരു വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 2-3 ദിവസം നമ്മൾ ഇടും. പിന്നെ നമ്മൾ ഓർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആരും കാണില്ല. ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരാരും നമ്മളെ വീഡിയോസൊന്നും കാണില്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ നന്നാവണമെന്നും ആർക്കും ഇഷ്ടമുണ്ടാവില്ല, അത് വേറെ കാര്യം. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ആരോടും പറയാതെ ഒരു ചാനൽ തുടങ്ങുക. ഡെയിലി വീഡിയോസ് ഇട്ട് തുടങ്ങുക. നിങ്ങൾ രക്ഷപ്പെടും, ഞാനാണ് പറയണത്. അപ്പം ഞാനും അങ്ങനെ കുഴപ്പമില്ലാണ്ട് രീതിയിൽ തന്നെ ഞാനിപ്പോൾ മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമിലാട്ടോ കൂട്ടുകാരെ വീഡിയോ ഇടുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ വെച്ചാൽ അത്യാവശ്യം നല്ല വ്യൂസോ കാര്യങ്ങളുണ്ട്, ചെറിയ പ്രൊമോഷൻ വീഡിയോസോ കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരൊക്കെ തുടങ്ങിക്കോളൂ കേട്ടോ. ചെറിയ വ്ളോഗും കണ്ടൻറ്റും ഒക്കെ ചെയ്തിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യ രീതിയിൽ നമ്മൾ ചാനൽ റീച്ചാവും. അപ്പം മെയിനായിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാലും നമ്മുടെ യൂട്യൂബ് മറക്കരുത്. യൂട്യൂബും നമ്മൾ വീഡിയോസ് വ്ളോഗൊക്കെ ആയിട്ട് ചെയ്യുക. ലോങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ യൂട്യൂബിലും ഇടുക. അങ്ങനെ ഇരിക്കെ എന്തൊക്കെ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. കുറേ കാലത്തിന് ശേഷം കാണുകയാണ്, കുറേ കാലത്തിന് ശേഷം ഞാൻ വീഡിയോ ഇടുകയാണ്. ഒരുപാട് പറയണം കാര്യങ്ങളൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് പറയാൻ കിട്ടണില്ല. അങ്ങനെ നമ്മുടെ തിരുമ്പൽ അങ്ങോട്ട് കഴിഞ്ഞിട്ടോ. എനിക്കാണെങ്കിൽ ഈ വെള്ളത്തുണി തിരുമ്പണത് തന്നെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ തിരുമ്പി തുടങ്ങിയപ്പോഴേക്കും എൻ്റെ മകനത് അവിടെ വെള്ളത്തിൽ വന്നിരിക്കൽ തുടങ്ങിയിട്ടോ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അവസ്ഥ കേട്ടോ. വീഡിയോ എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് വേഗം വന്ന് കിടന്നുറങ്ങിയാൽ മതി എന്ന് തോന്നുമ്പോഴാണ് വിശക്കുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ നല്ല അടിപൊളി ചക്കപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് വൈകുന്നേരത്തേക്ക് കേട്ടോ. പിന്നെ ചോറെടുത്തു. പിന്നെ എനിക്ക് യൂട്യൂബിലൂടെ പരിചയപ്പെട്ട നമ്മുടെ ഭാനുത്താത്ത അയച്ചു തന്ന അച്ചാറാണ് കേട്ടോ. വീട്ടിൽ അമ്മ അച്ചാറിടുന്ന ആളാണ്, എന്നാലും ഇത് നമ്മുടെ ഭാനുത്താത്തല്ല കേട്ടോ, മുബീസ് കിച്ചണാണ് കേട്ടോ. നമ്മുടെ മുബിത്താത്തേൻ്റെ വക കിട്ടിയതാണ് കേട്ടോ. മുബിത്താത്താക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, അപ്പോൾ അയച്ചു തന്നതാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര മാത്രം. അപ്പോൾ എല്ലാവരുടെ സ്നേഹത്തോടെ.